കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ വേളയിൽ അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട പണം വിതരണ വിവാദം കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന കോൺഗ്രസിന്റെ ആരോപണം പാലക്കാട്ടെ തെരുവുകളെയും സോഷ്യൽ മീഡിയയും ഒരുപോലെ ചൂടുപിടിപ്പിച്ചിരിക്കുന്നു. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശി എന്ന ഗ്രാമത്തിൽ നിന്നാണ് വിവാദങ്ങളുടെ തുടക്കം. BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ തന്റെ അനുയായികൾക്കൊപ്പം മേഖലയിലെ ഒരു മരണവീട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു. പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മരണവീടിലെ സന്ദർശനത്തിന് ശേഷം തൊട്ടടുത്ത വീട്ടിലെ ദേവു എന്ന വയോധികയുമായി സ്ഥാനാർത്ഥിയും പ്രവർത്തകരും സംസാരിക്കുന്നതിനിടയിലാണ് വിവാദപരമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ശോഭ സുരേന്ദ്രൻ തന്റെ കാറിലിരിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന BJP പ്രവർത്തക വയോധികയ്ക്ക് പണം നൽകിയെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. ഈ ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ മൊബൈൽ ഫോണിൽ പകർത്തി. ഇത് ശ്രദ്ധിക്കപ്പെട്ട ശോഭ സുരേന്ദ്രൻ പ്രകോപിതയാവുകയും ദൃശ്യങ്ങൾ പകർത്തിയവരോട് തട്ടിക്കയറുകയും ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത് വിവാദത്തിന്റെ ആക്കം കൂട്ടി. ഒരു സ്ഥാനാർത്ഥി ഇത്തരത്തിൽ ശൂഭിതയാകുന്നത് എന്തോ മറയ്ക്കാനുള്ള ശ്രമമാണെന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. പണം വിതരണം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് ഔദ്യോഗികമായി പരാതി നൽകി. സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടു. പാലക്കാട് ജില്ലാ കളക്ടറോട് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു.